ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മെമ്മറി ഫയൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മെമ്മറി ഫയലിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന മെമ്മറി ഫയൽ എന്നൊക്കെ വെച്ചാൽ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നതൊക്കെയാണ്. സോ അപ്പം ഇത് ഞാൻ തരുന്ന എൻ്റെ കൂട്ടുകാരുടെ മുട്ടായുടെ കവറും അതെല്ലാം ഞാൻ ഈ ഒരു മെമ്മറി ഫയൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മെമ്മറി ഫയൽ ഇതിനൊക്കെ കഥകളുണ്ട്, ഞാൻ പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കപ്പ് കേക്ക് എടുക്കാം. മെലഡിയുടെ അപ്പം ഈ കപ്പ് കേക്കിന് ആദ്യം വെച്ചാൽ ഒരു ദിവസം ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ആണെങ്കിൽ എനിക്ക് സ്നാക്സിലായിരുന്നു. സോ എൻ്റെ ഒരു ബെസ്റ്റ് എനിക്ക് ഷെയർ ചെയ്തതാണ് ഇത് കപ്പ് കേക്ക്. അവൾക്കും ഇല്ല, അവളാദ്യമായിട്ട് വന്ന് നമ്മൾ ഫുള്ള് എനിക്ക് തന്നതാണ്. ഇത് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു ചേച്ചിയുടെ ബർത്ത്ഡേയുടെ മുട്ടായാണ്. പിന്നെ ഇത് മെലഡിയുടെ മുട്ടായി, ഇതൊരു ട്യൂഷൻ ക്ലാസ്സിലൊരു കുട്ടിയുടെ ബർത്ത്ഡേ. പിന്നെ ഇതെൻ്റെ ബെസ്റ്റിയുടെ ബർത്ത്ഡേക്ക് അവൾ തന്നെ. ഫ്യൂസ് എൻ്റെ മാമൻ എനിക്ക് മേടിച്ചു തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങൾ കുറേ അവർക്ക് ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് മാമൻ ഞങ്ങൾക്ക് മേടിച്ചത് ഫ്യൂസ്. 2 ഫ്യൂസ് ഉണ്ടെങ്കിൽ സോ ഡയറി മിൽക്ക് എന്ന് വെച്ചാൽ അതൊരു കഥയാണ്. ഒരു ദിവസമാണെങ്കിൽ എൻ്റെ അനിയത്തി. അപ്പോൾ അനിയത്തി ആണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി എനിക്കൊരു ഡയറി മിൽക്ക് തരുമോ? ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കൂട്ടുകാരി എന്നാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞു. ബട്ട് അവൾ പറഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം അവൾ എനിക്ക് വേറൊരെണ്ണം പുതിയതായിട്ട് കൊണ്ടുതന്നു. അതാണിത്, ഞാൻ മെമ്മറി ആയിട്ട് പറഞ്ഞു. പിന്നെ ഈ 2 മുട്ടായി ചോദിച്ചടിച്ചാണ് ഒരാളെ. പിന്നെ ഇതെൻ്റെ മ്യൂസിക് ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ബെസ്റ്റ് അമ്മ മ്യൂസിക് ക്ലാസ്സിൽ പഠിക്കുന്ന. സോ അത് ഉറങ്ങുന്നില്ലേ? ഇത് എനിക്ക് 10 ക്ലാസ്സിൽ നിന്ന് ഒരു കൊച്ചി തന്നു. ഇത് ആൽഫലീവിടെ ഒരു മുട്ട എന്നോ ഒരു ദിവസം പണ്ടും കണ്ട് തിന്നതാണ്. പിന്നെ ഇതെനിക്ക് ഈ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു കുട്ടി എനിക്ക് ബർത്ത്ഡേക്ക് തന്നെ കാണിച്ചിട്ടാണ്. ഉറങ്ങുന്നില്ലേ? പോയി കിടന്ന് ഉറങ്ങിച്ചില്ലേ? ഹിപ്പോപ്പൊട്ടാമസ് സ്റ്റെൻസിലാണ് അവൾ തന്നത്. ഒരു മാന്, ഒരു ഗിഫ്റ്റ് അവളൊരു വരയ്ക്കാൻ തന്നെ കൊള്ളാം. ഇതിനകത്തിട്ട് വെക്കാം. പോയി കിടന്ന് ഉറങ്ങച്ച് ഇതിനകത്തിട്ട് വെക്കും. സോ ഇതന്നെയുള്ള തന്നെയാണ്. പിന്നെ 2-3 സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതൊക്കെ എൻ്റെ കൂട്ടുകാരെ തന്നെയാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ വന്നപ്പോഴാണ് കുറേ ഗിഫ്റ്റൊക്കെ. എനിക്കൊരു കുട്ടി വന്ന ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക്. ഇതൊരു കുട്ടിയാണ്. ഇതെനിക്ക് എൻ്റെ കസിൻ തന്ന ബർത്ത്ഡേക്ക്. മുമ്പ് വന്നപ്പോൾ കലണ്ടറൊക്കെ അവൾ ജസ്റ്റ് സെറ്റ് ചെയ്തു. കലണ്ടർ പിന്നെന്തോ ഇങ്ങനെ കണ്ട് ഓപ്പൺ ചെയ്യണം. ഇത് ഞാൻ ആദ്യം എനിക്ക് സ്കൂളിലേക്ക് ചെന്നപ്പോൾ ഒരു കുട്ടി തന്നെയാണ്. ഞാൻ ലേക്ക് ഫോണിലാണ് പഠിക്കുന്നത്. സോ ഇതും എനിക്ക് ആ കുട്ടി ഒരു ബർത്ത്ഡേക്ക് തന്നെ. ഇതാണ് എൻ്റെ കൂടെ ഉള്ളത്. ബാക്കിൽ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടുണ്ടാവും. ഞാൻ എന്താന്ന് വെച്ചാൽ പോയി കിടന്ന് ഉറങ്ങ് ഉണ്ടാര് D&S കണ്ടോ, ലവൊക്കെ പറഞ്ഞു വന്നേക്കും. സോ നെക്സ്റ്റ് നമുക്കുള്ള ഈ ഒരു ജേർണലിംഗ് ബ്ലൈൻഡ് ബാഗ് ഞങ്ങൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എക്സാമിന് എനിക്കൊരു കുട്ടി തന്നെയാണ് ജേർണലിംഗ് ബ്ലൈൻഡ് ബാഗ്. ഇതെനിക്ക് അവൾ തന്നെയാണ്. ഇതാണെങ്കിൽ എനിക്കൊരു വൈകാന്ന് പറയുന്നൊരു കുട്ടി എനിക്ക് തന്നെയാണ്. പിന്നെ ഈ കളർ പേപ്പേഴ്സ് എനിക്കൊരു കുട്ടി തന്നെയാണ്. അവൾ പറഞ്ഞു എടി ഇത് നീ എടുത്തോ, പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു തന്നെയാണ്. ഇത് പിങ്ക്, ഇത് റെഡ്, ഇത് ബ്ലൂ, ഇത് ഓറഞ്ച്,
ഇതോ വിളിക്കുന്നത്. ഇത് യെല്ലോ, ഇത് ലൈറ്റ് യെല്ലോ. മോരിൻ്റെ യെല്ലോ ആണ് കേട്ടോ. ഒരെണ്ണം ഞാൻ പാറുവിന് കൊടുക്കാൻ വെച്ചേക്കാണ്. പാറു, ഈ ഒരു മുട്ടയൊക്കെ എനിക്ക് ഞാൻ കാണിക്കാൻ. ഈ ഒരു ഗമ്മ് എനിക്കൊരു കൂട്ടുകാരി തന്നെയാണ്. അപ്പോൾ അവള് ആണെങ്കിൽ എനിക്ക് ഗമ്മില്ലായിരുന്നു. സോ ഗമ്മ എനിക്ക് അവള് തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു എടുത്തു. ഇത് സ്റ്റിക്കിനോണ്ട് എൻ്റെ ഒരു കസിൻ തന്നെയാണ്. പിന്നെ ഈ ഒരു പെൻസിലുണ്ട്. 6ാം വയസ്സിലെ ബർത്ത്ഡേക്ക് ഒരു കൊച്ചാണ്. സോ ഇത്രയൊക്കെയാണ് എൻ്റെ മെമ്മറീസ്. അപ്പോൾ ഇതൊക്കെയാണ്. സാധാരണ കുറേ വലിയ ഗിഫ്റ്റൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. ബട്ട് ചെറിയ ഗിഫ്റ്റൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഗൈസ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ വിചാരിക്കാം. പിന്നെ നിങ്ങളെ ലൈക്സൊക്കെ എനിക്ക് അത്രയ്ക്ക് പ്രഷ്യസ് ആണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിക്കുന്ന അത്രയും ലൈക്കൊന്നും ആരും തരുന്നില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യാനാണ്? നിങ്ങളിഷ്ടമല്ലേ നമ്മുടെ വീഡിയോ? എനിക്ക് ഷോ ആയിരിക്കും ഒക്കെ ചിലവരൊക്കെ പറയും. നിങ്ങളല്ല, നമ്മൾ ചിലവർ. പിന്നെ കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ വളരെ താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗീവ് അവേ ഒന്നും തരാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. സോ ഞാൻ തന്നെയാണ് വീഡിയോസൊക്കെ തുടങ്ങുന്ന ചേച്ചി ജസ്റ്റ് കാണിച്ചു തന്നു. ചേച്ചി പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുത്തില്ലെങ്കിൽ, ആർക്കും ഇഷ്ടപ്പെടുത്തില്ലെന്ന് എനിക്കറിയാം, കാശിന് വേണ്ടി നമ്മൾ ചെയ്യും. ജസ്റ്റ് ഒരു നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ചെയ്യുന്നതാണ്. മുട്ടക്കവർ ഓരോന്നോരോന്ന് പറക്കി ഇറക്കിയൊക്കെ നിങ്ങളങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടോ? സ്റ്റോർ ചെയ്ത് വെക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണേ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കില്ല. എന്നെ കുറേ പേര് ഷോയോ അതും നോക്കുകയാണെന്നൊക്കെ പറയുമായിരിക്കും. എൻ്റെ പറയുന്ന കൂട്ടുകാർക്കൊക്കെ ഒരു റിപ്ലൈ ഉണ്ട്. നിങ്ങളെന്നെ പറ്റി എന്താണെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. ബട്ട് എനിക്കത് വിഷമം വെച്ചോ. നിങ്ങൾ ഒരാളത്തും എൻ്റെ അടുത്ത് കാണിക്കുന്ന നമുക്ക് കാണിക്കില്ല മെമ്മറി ഫയൽ. ഇതെനിക്കൊരു പിന്നെ മെമ്മറി ബോക്സ് ഉണ്ട്. അത് അമ്മാമ്മ. സോ മെമ്മറി ഫയൽ ഈ ഒരു കവറിലിട്ടത് അമ്മാമ്മ തന്നെ. ഈ കവറിൽ എത്ര കാലം വരെ സൂക്ഷിച്ചു വെക്കുമെന്ന് എനിക്കറിയില്ല. സോ ഇതെൻ്റെ മെമ്മറി ബോക്സാണ്. മെമ്മറി ബോക്സിൽ കുറേ ലെറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ സ്റ്റിക്കി നോട്ടുണ്ട്, ചെറുത് സ്റ്റിക്കി നോട്ട് ചെറുത്. പിന്നെ ഈ ഒരു പടം ഞാൻ യൂട്യൂബിൽ ഇട്ടായിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതൊരു സ്റ്റിക്കി നോട്ടാണ്. ഞാൻ ഒട്ടിച്ചു നമുക്ക് ഫോണിന് പുറത്താണ്. കണ്ടോ, ഇങ്ങനെ ഇളക്കിയിട്ട് ഒട്ടിക്കാം. പിന്നെ ഈ ഒരു റേസർ പിന്നെ ഇതൊരു ലെറ്റർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇതും ഒരു ലെറ്റർ. രണ്ടുപേർക്കും ഞാൻ കൊടുത്ത എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം എഴുതണം. 2 ലെറ്റർ. പിന്നെ ഉള്ളത് ഒരെണ്ണോടെ ഉണ്ട്. ഈ 2 ബാഗ് എനിക്ക് ഒരു ചേച്ചി തന്നെയാണ്. പിന്നെ ഇതൊരു ചെറിയ ഒരു 3 പേജസുള്ള സ്റ്റിക്കി നോട്ടാണ്. 4 പേജസുള്ള എനിക്കൊരു കൂട്ടുകാരി തന്നെയാണ്. എന്തോ ബെഞ്ചിലൊന്നും കണ്ട് എന്തോ അവൾ എഴുതി എന്തോ ബാഡായിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എടി ഇത് ആരും പറയില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റിക്കി നോട്ട് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറയത്തില്ല. ഈ സ്റ്റിക്കി നോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും അവൾ തന്നു. പിന്നെ ഇതൊരു എൻവലപ്പാണ്. ഇതിനകത്തൊന്നുമില്ല. ഒരു ശ്രീ പാർവതി എന്ന് പറയുന്ന കൂട്ടുകാരിയാണ്. ഒന്നുമില്ല പ്രത്യേകിച്ച്. സോ ഇതിനകത്ത് നോക്കുന്നുണ്ട്. പിന്നെ ഒരു റേസറുണ്ട് കൂട്ടുകാരി തന്നെയാണ്. പിന്നെ
ഇതൊക്കെ എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ തരുമ്പോൾ ഞാനത് മേടിച്ച് വെക്കും. കൈ കഴുകാനൊക്കെ നമ്മൾ പേപ്പർ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ക്യാൻറ്റീൻ്റെ അടുത്ത് പോയി കഴുകും. അവിടെ പൈപ്പല്ലാതെ ഉണ്ട്. ഇത് ഞാൻ ഓരോന്നും ചെയ്തതാണ്. ഹിന്ദി, ഗ്രൂപ്പ് വെറുതെ ചെയ്ത് ഇംഗ്ലീഷ്. സോ ഇത്ര ഞാൻ ചെയ്ത് വെറുതെ. പിന്നെ ഈ ഒരു ഗേളിനെ ഞാൻ വരച്ചാണ്. ആ ഗേൾ താണ്ടേ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. മാത്സ് മെയിൻ സബ്ജക്റ്റാണ് ഗൈസ്. പിന്നെ ഡീമൻ സ്ലെയറിൻ്റെ ഒരു നെയിം സ്ലിപ്പ് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് സാറ, അവളെൻ്റെ ബെസ്റ്റിയാണ്. പിന്നെ ഇതെൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ ബെസ്റ്റാണ് ആസിയത്ത. ഇതും ആസിയത്ത എനിക്ക് ഉണ്ടാക്കി തന്നെയാണ്. ഇതെനിക്കൊരു മാളവിക എന്ന് പറയുന്ന ഒരു കൊച്ചമ്മയാണ്. അവൾ ഭയങ്കര ഷോയൊക്കെ ആയിട്ടുള്ള കൊച്ചാണ്. കുറ്റം പറയല്ല, ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ മാളവികയും ഇഷയെന്ന് പറയുന്നൊരു കൊച്ചുണ്ട്. അവർ രണ്ടുപേരും ആണെങ്കിൽ ഭയങ്കര ടീസ് ചെയ്ത് അതെനിക്ക് വലിയ ഹേർട്ടായി അങ്ങനെ. ബട്ട് ഇപ്പം നമ്മൾ ഫ്രണ്ട്സാണ്, ശങ്കാണ്. ബട്ട് അവളെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനല്ല. ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഒന്നും മിണ്ടും, അത്രേ ഉള്ളൂ. സോ ഹിന്ദി സ്റ്റിക്കിനോട് ചുമക്കും. അപ്പോൾ ഈ ഒരു പേപ്പർ വെക്കും. പിന്നെ ഈ ഒരു ക്യാരറ്റിനെ ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കർ ആശയത്തെ തന്നെ സ്റ്റിക്കിനോട് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഇത് മേടിച്ചു. ഇത് ലെറ്റർ ഞാൻ വായിച്ചു തരാം കേട്ടോ. ഇനി വായിച്ചില്ലെന്ന് പറഞ്ഞ് ആരും ലൈക്ക് ചെയ്യാതൊന്നും വേണ്ട. സോ ഇത് ഫ്രം സാറയാണ്, എൻ്റെ കൂട്ടുകാരി. So thank you for that gift. It's really nice. It's like a printed drawing. Thank you for your present. It's really nice and really like it. Thank you. എന്ന് വെച്ചാൽ ഞാൻ അവർക്ക് ഇത് കണക്ക് സ്മോൾ ഡ്രോയിങ്സിൽ ഒരു ഡ്രോയിങ് കൊടുത്തു. അപ്പോൾ അതവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ പ്രിൻ്റൊക്കെ ചെയ്താണ് തെള്ളുന്നത് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഡ്രോയിങ്സ് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും അല്ലേ. സോ ഇത് അവളൊരു അളിഞ്ഞ ഹാൻഡ് റൈറ്റിംഗ്, നമ്മൾ കുറ്റം പറയല്ലേ. ഡിയർ ധ്രുപദ, താങ്ക് യു ഫോർ ദറ്റ് thingy. It's really nice and cute. When we keep that bear thingy far, it looks like a printed one. Thank you for that. By ശ്രീ പാർവതി സാറെ എനിക്ക് തന്നെ. അവൾക്ക് 2 കൊടുത്തായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ ഒരു സൺസെറ്റ് വരച്ചു. അത് കാണിച്ചു. എൻ്റെ ഇവിടെ താഴെ എൻ്റെ സ്റ്റഡിങ് ടേബിളാണ് ഈ കിടക്കുന്നത്. കണ്ടോ എല്ലാവരും എൻ്റെ സ്റ്റഡി ടേബിൾ ചെയറിലാണ്. മുകളിൽ 2 ഉണ്ട്, ഇവിടെ ഒരു ടേബിളുണ്ട്. സോ എൻ്റെ സൺസെറ്റ് ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കാം. പല്ലൊക്കെ കാണും ഇവിടെ. ഒരു മഴയത്തിരുന്ന് വരച്ചാണ്. സോ അമ്മ വിളിക്കുന്നു. അമ്മ ഹായോട് ഹായ്. അപ്പൊ ആരെയൊന്ന് യൂട്യൂബ്